എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിന്ന് വിഭിന്നമായി സ്ഥാനാർത്ഥി നിർണയ വിഷയത്തിൽ CPI സംസ്ഥാന നേതൃത്വത്തെ ഒന്നടങ്കം പ്രതിക്കൂട്ടിലാക്കുന്ന വിമർശനമാണ് കൗൺസിൽ യോഗത്തിൽ ഉണ്ടായത്. ഏതാനും നേതാക്കളല്ല, സെക്രട്ടേറിയറ്റ് ഒന്നടങ്കം തോൽവിക്ക് ഉത്തരവാദികളാണെന്നായിരുന്നു ചർച്ചയിലുയർന്ന പൊതുവികാരം. പന്ന്യൻ രവീന്ദ്രൻ സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്നും സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്നും വരെ അംഗങ്ങൾ ആവശ്യമുന്നയിച്ചു. തിരുവനന്തപുരം, പാലക്കാട്, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ പ്രതിനിധികളാണ് പന്ന്യനെതിരെ രംഗത്ത് വന്നത്. പന്ന്യന് രാഷ്ട്രീയ നേതാവിന് വേണ്ട യോഗ്യതയില്ലെന്നും വെറും നടൻ മാത്രമാണെന്നുമായിരുന്നു ചിലരുടെ വിമർശനം. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട മുതിർന്ന നേതാക്കൾ C. ദിവാകരൻ, P. രാമചന്ദ്രൻ നായർ, ജില്ലാ സെക്രട്ടറി വെഞ്ഞാറമൂട് ശശി എന്നിവർക്കെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. കമ്മീഷൻ റിപ്പോർട്ടിനെ അവഹേളിക്കുന്നവർ പാർട്ടിയെ ഒറ്റുകൊടുത്തവരാണെന്നായിരുന്നു ദിവാകരനെതിരെയുള്ള വിമർശനം. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെഞ്ഞാറമൂട് ശശിയെ പുറത്താക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ചർച്ച ഒരു വേള രൂക്ഷമായ വാദപ്രതിവാദത്തിൽ കലാശിച്ചുവെന്നാണ് സൂചന. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ ആദ്യ ദിനം ചർച്ചയിൽ പങ്കെടുത്ത 29 പേരും അനുകൂലിച്ചതായാണ് വിവരം. കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സംസ്ഥാന കൗൺസിൽ ഏകാഭിപ്രായത്തിലെത്തിയതോടെ ആരോപണ വിധേയരായ നേതാക്കൾക്കെതിരെ നടപടി ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. നാളെ ഉച്ചയോടെ കൗൺസിലിലെ ചർച്ച പൂർത്തിയാവും. ഇതിനുശേഷമായിരിക്കും സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും നടപടിയിൽ ധാരണയിലെത്തുക. ഉച്ചയ്ക്ക് ശേഷം കൗൺസിൽ വീണ്ടും യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. മീഡിയ 1 തിരുവനന്തപുരം.